അപ്പോൾ ഇത് ഞങ്ങൾ ഏതാണ്ട് ഒരു 2 മാസത്തിന് ശേഷമാണ് കേട്ടോ മുടി വെട്ടാനായിട്ട് വന്നേക്കണത്. അപ്പോൾ ഇസാക്കിൻ്റെ സ്കൂൾ തുടങ്ങണേക്കാളും മുന്നേ ജൂണിലൊക്കെ ആയിരുന്നു, ജൂൺ ഫസ്റ്റ് ഓർ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴായിരുന്നു നമ്മൾ മുടി വെട്ടാൻ പോയത് അവസാനമായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ബിബി ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇസാക്ക് 2 മാസം പോയിട്ടാണ് പോണത്. അവിടെ ഓൾമോസ്റ്റ് 1/4 മണിക്കൂറോളം നമ്മൾ പോസ്റ്റായിരുന്നു കേട്ടോ. അവിടെ വേറെ 2 ആൾക്കാർ വെട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. എപ്പോഴും വരാറുള്ള സ്ഥിരം കട ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് തന്നെ വരുന്നത്. എപ്പോഴും ബിബി പറയട്ടോ സുധീഷ് ചേട്ടൻ്റെ കടയിലേക്ക് പോകാമെന്ന് മുടി വെട്ടാനായിട്ട്. അങ്ങനെ വന്നതാണ് ഇവിടേക്ക്. പിന്നെ ഇസാക്ക് ഇവിടെ ചൂണ്ടി കാണിച്ചു കൊടുക്കണത് ആ ചേട്ടൻ്റെ മുടി പോലെ വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കളിയാക്കുന്നുണ്ട് കേട്ടോ, ഇസാക്കിന് അതിനുള്ള മുടിയൊന്നും ഇല്ല, ഇസാക്കിൻ്റെ കുഞ്ഞ് തലയാണ്, കുഞ്ഞു മുടിയാണ്, മുടിയൊക്കെ വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ പിന്നെ അവനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരം പോക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ. പിന്നെ എന്താ ബിബിയുടെ മുടി വെട്ടി, പിന്നെ അത് കഴിഞ്ഞ് താടി സെറ്റ് ചെയ്യലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം പോയാനേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇസാക്കിൻ്റെ കൂടെ ആയിട്ടോ. അവനാണെങ്കിൽ റെഡി ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ മുടി വെട്ടാനായിട്ട്. കസേരയിൽ കയറി ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവൻ അടങ്ങി ഒതുങ്ങി ഇരിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ അവിടെയുള്ള കത്രിക വേണം, ബ്രഷ് വേണം, പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അവനോട് എടുത്ത് നോക്കണം, അങ്ങനെയൊക്കെ ആവട്ടെ. പിന്നെ ഞങ്ങൾ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ റെഡിയാക്കി എടുത്ത് പോന്നു. പോരണ വഴിക്ക് നമ്മൾ മീനും കൂടി കണ്ടു കേട്ടോ. അപ്പോൾ മീനും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെമ്മീനാണ് വാങ്ങിച്ചത്. അതുകൂടി വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.